എന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചത്. അവളെ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെയാ അവൾ ആശിച്ചത്. പൊരുത്തപ്പെടാൻ എനിക്കാവുന്നില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളില. വിധിയാണ് കൈമളേട്ട, എല്ലാം വിധിയാ. വിധിയെ പഴിച്ചിട്ട് എന്താടാ കാര്യം? അതിനെ നേരിടുകയാണ് വേണ്ടത്. എങ്ങനെ എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും? തല്ലിയ മാറുമോ? ശാസിച്ചാ മാറുമോ? ഇല്ലല്ലോ. അത് സ്വയം തോന്നി സ്വയം മാറേണ്ടതല്ലേ? അതെ, സ്വയം തോന്നി മാറണം. പക്ഷേ അതിനുള്ള വഴി നീ ഒരുക്കണം. മനസ്സിലായില്ല. എടാ, പ്രതീക്ഷിക്കാത്ത ഐശ്വര്യവും സമ്പത്തും കൈവന്നപ്പോൾ അതിര് കിടന്ന് അഹങ്കരിച്ച പെൺകുട്ടിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ നീ പഠിച്ചിട്ടില്ലേ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ? കൈമളേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ പറയാം, അതിരിക്കട്ടെ. അമേരിക്കയിൽ നിന്ന് ആന്റി വരുന്നു എന്ന് കേട്ടല്ലോ, എന്നാ? അടുത്ത ആഴ്ച. ശേഖര, കാറിന്റെ ഡെക്കിന്ന് പെട്ടിയൊക്കെ എടുത്തു വെച്ചു. ഇതാരാ? എന്റെ ഭാര്യ. കൊള്ളാം. ജുവലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കണ മാതിരി ഉണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ? പെട്ടിയെല്ലാം എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കൂ. രമ, ആ പെട്ടി എടുത്ത് അകത്ത് വയ്ക്ക്. അതിനെന്തിനാ രാമൻ? ശേഖരന്റെ കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ട്. ഞാൻ എടുത്തു വെക്കാം. ആ, കടുപ്പത്തിലൊരു കാപ്പി എടുക്കൂ. കല്യാണി, ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താലെന്താ? അതെ അതെ, നീ പോയി കാപ്പി ഇട്. ഈ AC എന്തിനാ 24 മണിക്കൂറും ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ? ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കട്ടും, പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെയാ. കാപ്പി. കടുപ്പം തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോനെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ചിരി വല്ലപ്പോഴേ ഉള്ളൂ. തായിയായ ഭാവം ഇതാ. ശേഖര, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്തായി കാണിക്കുന്നത്? ഏതായി സ്ത്രീ? എന്താ ഇവർക്ക് ഇത്ര അധികാരം? ഞാൻ പറഞ്ഞിട്ടില്ലേ, അമേരിക്കൻ ആന്റി. അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുമല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ. കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ്വ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ ശേഖരേട്ടന്റെ അല്ലേ? എന്റെയോ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അട്ടോർണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതല്ല എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം. മൂക്കത്താ ചുണ്ടി. ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം. അല്ലേ പിന്നെ അത് മതി. ഇവിടെ ആരും കാണാനില്ലല്ലോ. എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാവല്ലോ. നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയമുണ്ട്? എല്ലാവരും ഒന്ന് വിളിക്കും, ഞാനിവിടെ ഒന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിചരിക്കാൻ 16 വേലക്കാര്. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ. ഫയലുകളൊക്കെ ഇനി അന്നേ
എല്ലാ കണക്കുകളും ഇതിലുണ്ടല്ലോ. ഉവ്വ്. നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? ആന്റി. അയ്യോ. എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരുമൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ശേഖരാ, ദാ വരുന്നേ. തുടച്ചോളൂ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. ഏയ്, കുറച്ച് ഷോർട്ടേജ്. ഒരു 12 ലക്ഷം. അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം, എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം. അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അത് ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചൊരുക്കായിരുന്നില്ലേ? ഇങ്ങോട്ട് പറയില്ലടി. അഴിക്കടി ആഭരണങ്ങളൊക്കെ. എടി അഴിക്കാൻ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഞാനും നോക്കട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. നീ എന്താ പതിവില്ലാതെ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന. ചേരേട്ടൻ എന്ത്? ചേരേട്ടാ, ചേരേട്ടാ, എനിക്ക് ജോലി കിട്ടി. അഗ്രികൾച്ചർ ഫാമിൽ സൂപ്പർവൈസറായിട്ടാ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. കൺഗ്രാചുലേഷൻസ്. ഇതാരാ? അനിയനാ. കൊള്ളാം. അനിയന് ജോലി കിട്ടിയപ്പോ അളിയന്റെ ജോലി പോയി. വർഷങ്ങളായി എന്റെ കമ്പനിയിലെ വിശ്വസ്ത സേവകരായിരുന്നു ശേഖരനും ഇവന്റെ അച്ഛൻ മാധവനും. ശേഖരൻ പെണ്ണ് കെട്ടിയ ശേഷം ഭാര്യയുടെ ആർഭാടത്തിനായി ചെലവഴിച്ച തുക എത്രയാണെന്ന് അറിയാമോ? കണക്കിൽ 12 ലക്ഷം. കണക്കില്ലാതെ എത്രയാണെന്ന് ആർക്കറിയാം? ഇവര് പറയുന്നൊക്കെ സത്യമാണ്. കോടീശ്വരനായി അഭിനയിച്ചതിനേക്കാൾ ഒന്നുമില്ലാത്തവനാണെന്ന് പറയാമായിരുന്നില്ലേ? കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോടീശ്വരിയെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നില്ലേ? ഇനി ഇവിടെ നിന്ന് സ്മാർട്ട് ആവണ്ട. എനിക്ക് ശേഖരൻകുട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. ബിസിനസ് അത് നിനക്കറിയാലോ. കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കും. ഒരു ആന്റി ഇല്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇനി എല്ലാരും കൂടി ശേഖരനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എല്ലാം ശേഖരന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചത് നമ്മളല്ലേ? ആ അമേരിക്കക്കാര് കേസ് കൊടുക്കും മുമ്പ് കടങ്ങൾ വീട്ടണം. അതിനെന്താ ഒരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഈ അവസ്ഥയിൽ കടം ചോദിക്കുന്നത് തന്നെ മോശ. ശേഖരേട്ടാ, അന്ന് എന്നെ ഏൽപ്പിച്ച 3 ലക്ഷം രൂപ ഞാൻ വിശാലാന്റി ഏൽപ്പിച്ചിരുന്നു. അത് തിരിച്ചു കിട്ടും. എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊടുത്ത രൂപയല്ലേ. ശേഖരേട്ടൻ എന്റെ ഒപ്പം വന്നാ മതി. ഞാൻ ചോദിച്ചോളാം. ചേച്ചി, ഇതെല്ലാം എനിക്ക് ശേഖരേട്ടൻ വാങ്ങി തന്നല്ലേ. എല്ലാം വിട്ടോളൂ. ഒന്നും വേണ്ട മോളെ. ദൈവം പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടിയത്.
നിങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കാൻ തന്ന രൂപ എടുത്താ ഞാൻ അവർക്ക് പലിശയ്ക്ക് കൊടുത്തത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഈ ചേച്ചിയോട് നിനക്ക് വെറുപ്പില്ലേ? എന്റെ ചേച്ചി എനിക്ക് ചേച്ചി അല്ലാതാവില്ലല്ലോ. പ്രഭാവതിയുടെ പ്രഭയൊക്കെ തീർന്നു. ഇപ്പൊ വെറും വതിയായി. എന്തായിരുന്നു പത്രാസ്? എന്തായിരുന്നു അവളുടെ ഭാവം? ഒരു കൊച്ചമ്മ തമ്പുരാട്ടി ചമഞ്ഞ് നടക്കില്ലായിരുന്നോ? അമ്മേ, ഇനി നമ്മളോട് വല്ല സഹായം ചോദിക്കുവോ? അതിന് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ആകെ പാപ്പരടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ. ഓ, 100 ആയിസ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. എന്താ ശരംകുട്ടി, കാർ എടുത്തില്ലേ? ജോലിയൊക്കെ പോയ വിവരം അമ്മ അറിഞ്ഞില്ലേ? ഓ, ഞാനതങ്ങ് മറന്നേ പോയി. ബസ്സിലാണോ വന്നത്? ഷോ, പ്രഭാവതിക്ക് നല്ല ക്ഷീണം കാണും. ബസ് യാത്രയൊക്കെ കുറെ കാലമായിട്ട് ശീലമില്ലാത്തല്ലേ. വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്റെ മോന്റെ വിവാഹത്തിന് പ്രസംഗവും കൂത്തുമായിട്ട് നടന്നപ്പോ എത്ര പേരെ ഞാൻ മുതലാളിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ തൊഴിലാളി പോലും അല്ലെന്ന് അറിഞ്ഞപ്പോ ഛേ, മോശമായിപ്പോയി. അല്ല, എന്താ പ്രത്യേകിച്ച്? നിങ്ങളുടെ കുത്തുവാക്ക് കേൾക്കാൻ വന്നതല്ല, ഞാൻ തന്ന രൂപ മടക്കി വാങ്ങാനാ. ഏത് രൂപ? എന്ത് രൂപ? ആര് തന്നു? കള്ളം പറയരുത്. കള്ളം പറഞ്ഞും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും ജീവിച്ചത് നിങ്ങളല്ലേ. എഴന്ന് തിന്നുന്നവനെ തുറന്നു തിന്നുന്ന സ്വഭാവം എനിക്കില്ല. ശേഖരേട്ടാ, ഞാൻ ഇവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തതാ. 1 വർഷം കൊണ്ട് ഇരട്ടിയാക്കി തിരിച്ചു തരാമെന്ന് പറഞ്ഞ വാങ്ങിയത്. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലെങ്കിലേ 10ഓ 200ഓ തന്ന് ഞാൻ സഹായിക്കാം. ലക്ഷങ്ങൾ വെറുതെ തരാൻ എന്റെ അടുത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ അവതാരത്തിന് വന്നതല്ല, വാങ്ങിച്ച രൂപ തന്നേ പറ്റൂ. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു വെട്ടിപ്പ് കേസ് ഉള്ളതുകൊണ്ട് അകത്തൊക്കെ എളുപ്പമുണ്ട്. നിർത്ത്. എന്റെ ഭാര്യ നിങ്ങളെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി വാങ്ങാൻ എനിക്കറിയാം. വാങ്ങിച്ചോ? ഇപ്പൊ മനസ്സിലായില്ലേ? ശേഖരൻകുട്ടിക്ക് പണമുണ്ടെങ്കിൽ പ്രഭാവതിക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ സ്വർണ്ണവില്ല, അല്ലെങ്കിൽ വെറും പുല്ലുവില്ല. നീ വാ. അവനോട് ആ പ്രഭാവതിയെ പറ്റിച്ച് കുറച്ച് രൂപ ഉണ്ടാക്കിയ സന്തോഷത്തിലെ നിങ്ങളുടെ അമ്മയും പെങ്ങളും. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. മോൾ അടുത്തുണ്ടായാലും എന്നെ വിളിക്കൂ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് ഉറക്ക വിളി കേട്ടെന്ന് കരുതി നിന്റെ വായിലെ മുത്തൊന്നും താഴെ വീഴില്ലല്ലോ. എനിക്കൊരു നല്ല കാപ്പി വേണം. ആ, എനിക്ക് ചായ മതി, നല്ല ചൂട് വേണം. ചായയും കാപ്പി മാറി മാറി എടുക്കാൻ ഇതെന്താ ഹോട്ടലാ? എന്തു പറ്റി? നീ അമ്മയോടും പെങ്ങളോടും പറഞ്ഞേരെ എന്റെ സ്വഭാവം മാറ്റരുതെന്ന്. എടീ, കാര്യം അവരെന്റെ അമ്മയും പെങ്ങളുവാ. അവരെനിക്ക് ശരിക്കും അറിയാം. നീ ഇങ്ങനെ നിന്നു കൊടുത്താ അവര് രണ്ടുപേരും കൂടി നിന്റെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് എന്റെ മോള് നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം വരാതെ നോക്കണ്ടേ? പഞ്ചസാര വേണ്ട. ഞാനിപ്പൊ പാറപ്പുറത്തിരുന്നാലും കാശ. അത്ര നല്ല സമയ, രാജയോഗമല്ലേ. ഇപ്പൊ തന്നെ വെറുതെ കിട്ടിയ 3 ലക്ഷം രൂപ നിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവുക. ഇതെന്താ ഒരു കപ്പ്? എനിക്കില്ലേ? ഭർത്താവിന്റെ അമ്മയെ പരിചരിക്കാം, അത് നാട്ടുനടപ്പ്. പെങ്ങളെ കൂടി പരിചരിക്കണമെന്ന് വെച്ചാ തളർവാദം ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. നല്ല ചക്ക പോലെയല്ലേ ഇരിക്കുന്നത്. തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി. അയ്യേ, എന്താ മധുരായിട്ടില്ലേ? അമ്മയ്ക്ക് ഷുഗറാണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷുഗർ നിന്റെ അമ്മയ്ക്കാടി. മോളെ രേണു, നിന്റെ അമ്മയ്ക്ക് എറിഞ്ഞുടയ്ക്കാനായി നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കാണും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോ. ഇല്ലെങ്കിൽ ഈ പൊട്ടിച്ചിതറിയ ചില്ലൊക്കെ നിന്റെ അമ്മയുടെ കാലിൽ തന്നെ കുത്തി കയറും. അത് പിന്നെ നിനക്കൊരു ജോലിയായി തീരും. ഹലോ, ഞാനാ ശേഖരൻകുട്ടി. എന്ത് വേണം? കമ്പനിയിൽ നിന്ന് കാശ് വെട്ടിച്ച കേസിൽ എന്നെ പോലീസ് ചോദ്യം ചെയ്തു. മറ്റേ 3 ലക്ഷത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വന്നു. പോലീസ് അവിടെ എത്തുമെന്ന് ഉറപ്പാ. പണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കൂ, അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്നെന്ന് പറഞ്ഞ് നിങ്ങളെ അകത്താക്കും. ശേഖരൻകുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ രൂപ തന്നേക്കാം. ഇനി എന്റെ കയ്യിൽ തന്ന പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യും, ദാക്ഷായണി അമ്മയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച രൂപയാണ്. ഇനി അത് അവിടെ കൊടുക്കുന്നതാണ് സേഫ്. എന്താ മുഴിവാലായി? ആ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ചിലപ്പോ കേസും പുക്കാറും ആവും. ചങ്കു, ചങ്കു, ഇയാളിത് എവിടെ പോയി കിടക്കുന്നത്? ഞാനിവിടെ ഉണ്ട്. ഉടനെ ഞാൻ ദാക്ഷായണിയമ്മയുടെ വീട് വരെ പോണം. ഇയാളിത് എവിടെ പോണത്? ദാക്ഷായണിയമ്മയുടെ വീട്ടിലേക്ക്. അയ്യോ, അതല്ല. ആ പ്രഭാവതി തന്ന 3 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഒന്ന് വേഗം ആവട്ടെ. കാശ് അതെന്റെ ഉണ്ടല്ലോ അല്ലേ? ഇതെല്ലാം എന്റെ ആഭരണങ്ങളല്ലേ, എന്ത് ചെയ്യാൻ പോവാ? എടീ, ഇത് നിനക്ക് സ്ത്രീധനം തന്നൊന്നുമല്ല. നിന്നെ ഈ വീട്ടിൽ കയറ്റിയതിന് എനിക്ക് പാരിതോഷം തന്നതാ.
ഇതിൽ പകുതി എനിക്കാ. ഇത് ഇനി ഇവിടെ ഇരിക്കുന്ന അപകടം. We are from Enforcement Department. ആരാ? എന്താ വേണ്ടേ? ഈ വീടും സെർച്ച് ചെയ്യണം. ഇവിടെ യാതൊന്നുമില്ലല്ലോ. മാറിക്ക്. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നാഷണൽ എക്സ്പോർട്സിലെ ശേഖരൻകുട്ടിയുടെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കംപ്ലൈന്റ്. അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. സെർച്ച്. അപ്പെട്ടിക്ക് വരൂ. ഇതിലൊന്നും ഇല്ല. തരാൻ. വിശാലം, നീ പറഞ്ഞ 3 ലക്ഷം രൂപ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നീ പോലീസും പട്ടാളൊക്കെ ആർക്കാ കൊടുത്തത്? ദാക്ഷായണി അമ്മയ്ക്ക്. ഓപ്പറേഷൻ സക്സസ്. 3 ലക്ഷം ദാക്ഷായണിയുടെ വീട്ടിലെത്തി. വെരി ഗുഡ്, പ്രൊസീഡ്. ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ശേഖരൻകുട്ടി കൊടുത്തിട്ട് വിശാലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ. എന്തിനാ ഈ പണം ഇവിടെ തന്നത്? എന്റെ മോന് കിട്ടേണ്ട സ്ത്രീധന തുകയാ. സ്ത്രീധനം വാങ്ങുന്ന ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞൂടെ? ഇവരുടെ പേരിൽ സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തേക്ക്. മോനെ രഘു, നീ വന്നെന്നറിഞ്ഞ് ഇങ്ങോട്ട് പോന്നതാ. ഒത്തിരി തെറ്റ് ചെയ്തവളാ ഞാൻ. എന്നോട് പൊറുക്കണോ? മക്കൾ രണ്ടാളും എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. മോളെ, ഇനി നിന്നെ ഞാൻ നുള്ളി നോവിക്ക പോലും ഇല്ല. ആ, ഞങ്ങൾ ഈ വഴി വയനാട്ടിലോട്ട് പോവാ. നിങ്ങൾ പോയാ പിന്നെ ഞാൻ കമ്പിയിൽ എണ്ണി നരകിക്കേണ്ടി വരും. ശ്രീധരൻ മേടിച്ച കുറ്റത്തിന് എന്റെ പേര് കേസ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാൻ. ടീച്ചറെ, എനിക്ക് മാപ്പ് തന്ന് എന്റെ പിള്ളേരെ എന്റെ കൂടെ പറഞ്ഞയക്കണം. രഘു, അമ്മയുടെ കണ്ണീര് കണ്ടില്ലേ?